വ്യഷ്ടിയിൽ വിശ്വൻ തൈജസൻ പ്രാജ്ഞൻ എന്ന പോലെ സമഷ്ടിയിൽ വിരാട് ഹിരണ്യഗർഭൻ ഈശ്വരൻ എന്നത് ഒന്ന് വിശദീകരിക്കാമോ? ഇത് തന്നെയല്ലേ ജാഗ്രത സ്വപ്നം സുഷുപ്തി? വ്യഷ്ടിയിൽ വിശ്വൻ തൈജസൻ പ്രാജ്ഞൻ, അതായത് ജാഗ്രത് സ്വപ്നം സുഷുപ്തി. ജാഗ്രത അനുഭവിയും സ്ഥൂല അഭിമാനിയുമാണ് വിശ്വൻ. സ്വപ്ന അനുഭവിയും സൂക്ഷ്മ അഭിമാനിയുമാണ് തൈജസൻ. സുഷുപ്തി അനുഭവിയും കാരണാഭിമാനിയുമാണ് പ്രാജ്ഞൻ. ഈ വ്യഷ്ടിതലത്തിലുള്ള വിശ്വ തൈജസ പ്രാജ്ഞന്മാർക്ക് തുല്യമാണ് സമഷ്ടിയിൽ വൈശ്വാനരൻ അഥവാ വിരാട്, ഹിരണ്യഗർഭൻ, ഈശ്വരൻ. ഈ ഭാവങ്ങൾ ഏതുപോലെയെന്ന് ചോദിച്ചാൽ, അതിസൂക്ഷ്മമായ ഒരു വിത്ത്, ആ വിത്ത് അങ്കുരമായി മുളച്ചു. ആ മുള അഥവാ അങ്കുരം ചെടിയായി, വൃക്ഷമായി, ശാഖോപശാഖകളോടുകൂടി പുഷ്പങ്ങളും കായകളും പഴങ്ങളും എല്ലാമുള്ള കോടാനുകോടി ഇലകളോട് കൂടിയതായിട്ട് തീരുന്നു എന്ന് സങ്കല്പിക്കുക. എങ്കിൽ ഈ വൃക്ഷാകാരത്തിലുള്ള പ്രപഞ്ചമാണ് വിരാട്. അതിൻ്റെ സൂക്ഷ്മ ഭാവം, ആ മുള എന്ന ഭാവം, അതാണ് ഹിരണ്യഗർഭൻ. അതിൻ്റെ കാരണഭാവം അതാണ് ഈശ്വരൻ. ഇത്രയും മനസ്സിലാക്കിയാൽ കൂടുതൽ അനുസന്ധാനം ചെയ്യാൻ സാധിക്കും. ഇത് സമഷ്ടിയുടെ ജാഗ്രത സ്വപ്ന സുഷുപ്തികൾക്ക് തുല്യമാണ്. വ്യഷ്ടിയിലെ ജാഗ്രത സ്വപ്ന സുഷുപ്തികൾക്ക് തുല്യമാണിത് സമഷ്ടിയിൽ. ഒരു തെറ്റുമില്ല, ചിന്ത നല്ലതാണ്. അപ്പോൾ ജാഗ്രത അഭിമാനിയായിട്ട് ഈ വിരാട് പുരുഷൻ, സ്വപ്നാഭിമാനിയായിട്ട് ഹിരണ്യഗർഭൻ, കാരണാഭിമാനിയായിട്ട് ഈശ്വരൻ. സമഷ്ടി കാരണം എന്ന് മനസ്സിലാക്കണം, വ്യഷ്ടി കാരണമല്ല. വ്യഷ്ടി കാരണം എന്ന് പറഞ്ഞാൽ പ്രാജ്ഞനാണ്.